Hi dear SK Platoon, this is me, your friend സെൽവകുമാർ. അപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു തോടാണ്. ഇത് ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ കളിച്ച് നടന്നൊരു ചെറിയ തോടാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. അപ്പോൾ നേരത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തേക്ക് കൂടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം കുറവാണ്. മാത്രമല്ല ഇത് പൊതുവെ മഴ പെയ്താലേ വെള്ളം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമുക്ക് മഴയൊക്കെ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു അവസ്ഥ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും നിങ്ങളോട് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ വന്നത്. നമുക്കറിയാം ഇതിനു മുമ്പ് നമുക്ക് വെള്ളമില്ലാത്ത ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ സ്ട്രഗിൾ ചെയ്തു. പ്രത്യേകിച്ചും ഈ മാസത്തിൻ്റെ തുടക്കത്തിലും ഇല്ലെങ്കിൽ അതിന് മുമ്പൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തായാലും ആ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മാറി ഇല്ലെങ്കിൽ മാറി വരുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചു കാലം കണ്ടില്ല. ഐ എം സോറി ഫോർ ദാറ്റ് ബിക്കോസ് ഓഫ് സം ഹോസ്പിറ്റൽ ഇഷ്യൂസ്. സോ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ കാണാത്തത്. അപ്പോൾ എന്തായാലും ഐ എം ബാക്ക്. നമുക്കിനി തുടർന്ന് നമ്മുടെ വീഡിയോകളിൽ നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യാനൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണം. ഓക്കെ, എന്തായാലും നമുക്കറിയാമല്ലോ, ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. വെള്ളം കിട്ടാത്ത അല്ലെങ്കിൽ വെള്ളം ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ വെള്ളം ഒത്തിരി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോലെ ഗൈസ്, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് എൻ്റെ നാട്ടിലുള്ള ഒരു ചെറിയൊരു തോടാണ്. എൻ്റെ നാടെന്ന് പറയുന്നത് പട്ടിമാളം എന്നൊരു സ്ഥലമാണ്, അട്ടപ്പാടിയിൽ ആണ്. അപ്പോൾ ഈ തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ കളിക്കുന്ന സമയത്തൊക്കെ ഇവിടെ നല്ല കൂടുതൽ വെള്ളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കാലക്രമേണ എല്ലാം മാറി. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാമല്ലോ, ക്ലൈമറ്റൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും എന്താ പറയുക, എല്ലാം തന്നെ മാറി. ഞങ്ങളുടെ ഈ കുട്ടിക്കാലത്തൊക്കെ എന്താ പറയുക, കളിക്കാനും കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു കേട്ടോ. പണ്ട് ഇവിടേക്ക് വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള മരങ്ങളിലൊക്കെ കയറിയിട്ട് ചാടി അങ്ങനെ കളിച്ചൊരു സ്ഥലമാണ് ആക്ച്വലി ഇത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കളിക്കാനും കുളിക്കാനൊക്കെ നമുക്ക് സാധിക്കില്ല. കാരണം ഈ ചെക്ക് ഡാമുകളൊക്കെ കെട്ടിയിട്ട് ഒരു തോടിപ്പോൾ ഇല്ല. കാരണം വെള്ളം നേരെ ഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള സെറ്റപ്പിലൊക്കെ ആണ് ആക്കിയിട്ടുള്ളത്. എന്നാലും ഇവിടെ നന്നായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും. ആ ഒരു അവസ്ഥ ഇവിടെ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ചെറിയൊരു മഴയാണ്, അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ചും വെള്ളമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലപ്പോൾ ഇനി ജൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടേക്ക് വെള്ളം ഉണ്ടാവും. ആക്ച്വലി ഈ തോട് എന്നൊക്കെ പറയുമ്പോൾ വളരെ രസമുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടുവാണല്ലോ, അരുവികളിൽ വെള്ളം വരുന്നതും ഈ വീഴുന്നതൊക്കെ കാണുന്നത് പോലെ തന്നെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ പൊതുവെ വേനലൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് പൊതുവെ ഇപ്പോൾ ആ ഒരു ഭംഗിയൊന്നും ഇല്ല. കാരണം നിലവിൽ ഇപ്പോൾ വെള്ളമില്ലാത്തതാണ്. എന്തായാലും നമുക്കറിയാം, ജൂൺ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു ഏരിയ ആണല്ലോ നമ്മുടേത്. വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ കിട്ടും, വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ തോട്ടിൽ വെള്ളം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഈ പുഴയുടെ ഒഴുക്കും ഒരു ഭംഗി കാണാൻ രസമുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2-3 മഴയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സീനറിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എന്തായാലും നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും എല്ലാവരും ശ്രദ്ധിക്കണം. മഴയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ. പ്രത്യേകിച്ചും മലേറിയ, ഡെങ്കീസ് തുടങ്ങിയ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനിപ്പോൾ നമ്മുടെ കേരളത്തിലൊട്ടാകെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നമ്മുടെ അട്ടപ്പാടിയിലൊക്കെ ഇപ്പോൾ എന്താ പറയുക, പഞ്ചായത്തിൻ്റെ മുഖേന എന്താ പറയുക, ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴയുടെ സീസൺ ആരംഭിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോൾ മെയ് മാസമൊക്കെ ആണ്, ജൂണിലൊക്കെ ആണല്ലോ നമ്മുടെ മഴ. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് നിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് വെക്കണം. കാരണം പല ആരോഗ്യ പ്രശ്നങ്ങളും വരാതെ തടയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ കടമയാണ്. നമ്മൾ വൃത്തിയായി കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ സിറ്റി ഏരിയയിലും ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, 2018 എന്ന് പറഞ്ഞ ഒരു വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ മഴ സമയങ്ങളിൽ പ്രത്യേകിച്ചും
മഴവെള്ളം മൂലമുണ്ടാകുന്ന ഈ മണ്ണൊലിപ്പ് കാരണം ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. അപ്പോൾ ആ ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ള കാര്യവും ഞാൻ ഈ ഒരു നിമിഷം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറി താമസിക്കാനുള്ള നടപടികളും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കറിയാം ഈ സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് എ ബിസി ലൈഫാണ് വെൻ വി കമ്പയർ ടു റൂറൽ ലൈഫ്സ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാകും, ഒരുപാട് വീടുകൾ കാണും, ഒരുപാട് ബിൽഡിങ്സ് കാണും, ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ബിസി ആയിട്ടുള്ള ലൈഫാണ് സിറ്റിയിൽ നടക്കുന്നത്. നമ്മൾ സിറ്റിയിലൊരു കുടുംബത്തിനൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുടുംബത്തിന് ഒരു വീട് കാണും. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. വീട് മാത്രമല്ല, ഇപ്പോൾ മുറ്റം ഉണ്ടെങ്കിൽ ആ മുറ്റം ഫുള്ളും ഈ കോൺക്രീറ്റ് കൊണ്ടോ ഇല്ലെങ്കിൽ അത്തരത്തിലൊക്കെയാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും സിറ്റി എന്ന് പറഞ്ഞത് ഒരു വീട് മാത്രമാണല്ലോ, അല്ലല്ലോ. ഇതുപോലെ അനേകായിരം വീടുകൾക്കാണ്. ഇത്തരത്തിലാണ് വീടുകളെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം ഡയറക്റ്റായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയില്ല, ഇല്ലെങ്കിൽ ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ആക്ച്വലി വെള്ളം വീടുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ മെയ്ഡാണ്. ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കിയ ചതിക്കുഴികളാണ് ഇത്തരത്തിൽ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. എങ്കിലും നമ്മൾ ഒരു എന്താ പറയുക, മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട്. നല്ലതാണ്, മാറ്റങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ ജീവിതം ജീവിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറണം എന്നുള്ളതാണ്. നമ്മൾ മരണത്തിലേക്ക് നമ്മളെ തന്നെ തള്ളിവിടുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും അത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ സിറ്റികളിലൊക്കെ ഡ്രൈനേജും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം. കാരണം അതിലൂടെ വെള്ളം ഒഴുകിയില്ല എങ്കിൽ അതും പല പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മുടെ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വെതർ കണ്ടീഷൻ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് ഇൻഫർമേഷൻ നൽകുന്ന സ്ഥാപനം, അവർ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 19 മുതൽ 21 തീയതി വരെ കേരളത്തിലും തമിഴ്നാടിൻ്റെ പല ഭാഗത്തുമൊക്കെ ആയിട്ട് മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇടിയോട് കൂടിയ മഴ. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 to 45 km/h കാറ്റിൻ്റെ വേഗത ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസ് അവരും ചില അനൗൺസ്മെൻറ്റുകളൊക്കെ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഷർമെൻസൊക്കെ ഉണ്ടല്ലോ, കടലിൽ പോയിട്ട് ഫിഷിങ് നടത്തുന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും കടലിലേക്ക് പോകരുതെന്നും പറയുന്നുണ്ട്. കാരണം കടലിൽ പോയിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽപ്പെട്ട് മരണപ്പെട്ട ഒരുപാട് വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമുക്ക് അറിയുന്നതാണ് പലപ്പോഴും. അപ്പോൾ അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടൊക്കെയാണ്. ഓറഞ്ച് അലർട്ട് എന്ന് പറയുന്നത് 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന ഏരിയയാണ് ആക്ച്വലി ഓറഞ്ച് അലർട്ട് എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ യെല്ലോ അലർട്ട് എന്ന് പറയുന്നത് 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് യെല്ലോ അലർട്ടും എന്നും പറയപ്പെടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം. കാരണം സമയം ഇപ്പോൾ 6:30 ഈവനിങ് ആണ്. അപ്പോൾ ഇവിടെ കൂടുതൽ നിന്ന് കഴിഞ്ഞാലും ഈ വന്യമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാകും. ആ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എസ്കേപ്പ് ആവാം നേരത്തെ തന്നെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നല്ല മഴയൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മളെ ചുറ്റും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അറിയാമല്ലോ അല്ലേ. പച്ചപ്പൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ എല്ലാം പച്ചപ്പൊന്നും ആയിട്ടില്ല, ബട്ട് എന്നാലും പച്ചപ്പായി വരുന്നുണ്ട്. പ്രത്യേകിച്ചും അതൊരു നല്ലൊരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള അവസ്ഥയും പല സമയങ്ങളിൽ കാണുന്നതിന് നല്ലൊരു ഭംഗിയുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് കാണാൻ? വഴി നല്ല രസമാണ്.
അപ്പോൾ ആ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്, വീട്ടിലേക്കാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്നേക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഈ അർബൻ ഏരിയ, അതായത് സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കറിയാം, ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അത് ചിലപ്പോൾ സംഭവിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കാം, ചിലപ്പോൾ അതല്ലാത്ത സ്ഥലങ്ങളിലും കൂടുതലും സംഭവിക്കാം. ക്ലൈമറ്റാണ്, നേച്ചറാണ്. സോ അതൊരിക്കലും നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവരും കെയർഫുള്ളായിരിക്കണം, അലേർട്ടായിരിക്കണം. ഡോണ്ട് ബി പാനിക്. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിഷയമായിട്ട് സംസാരിക്കാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു.